Let us turn our Bibles to the epistle to the Romans, the last chapter, chapter 16. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പിതാവേ, നമ്മുടെ വിശുദ്ധ ബൈബിളുകളെ നമുക്ക് റോമാ 6-ാം അധ്യായത്തിലേക്ക് തുടരാം. Reading, first of all, chapter 16, verse 24 and 25, and then followed by verses 19 and 20. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ ആദ്യം 24-25 വാക്യങ്ങളും അതിനുശേഷം 19-20 വാക്യങ്ങളും വായിക്കാം. പൂർവ്വകാലങ്ങൾ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. So here we read that God is giving His grace, He is giving His gospel, He is revealing them through His apostles. ഇവിടെ നാം വായിക്കുന്നത് ദൈവം തൻ്റെ കൃപ വെളിപ്പെടുത്തുന്നു, തൻ്റെ സുവിശേഷം നൽകുന്നു, അവൻ്റെ അപ്പോസ്തലന്മാർ കൂടെ അത് നൽകുന്നു. The God of peace is doing that work in our lives in order to sanctify us wholly in our spirit, soul and body according to the preaching of this gospel. സമാധാനത്തിൻ്റെ ദൈവമോ നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന്, നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ വിശുദ്ധീകരിക്കേണ്ടതിനാണ് സുവിശേഷം നിമിത്തമായിട്ട് ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. When we turn our Bibles to the book of Hebrews, chapter 13, ലേഖനം 13-ാം അധ്യായത്തിലേക്ക് നമ്മുടെ വേദപുസ്തകങ്ങളെ കൊണ്ടുവരുമ്പോൾ the epistle to the Hebrews, chapter 13, here we see it little more clearly said as how the God of peace is doing that work in chapter 13, verse 20 and 21. Now the God of peace that brought back again from the dead our Lord Jesus, that great shepherd of the sheep, through the blood of the everlasting covenant, make you perfect in every good work to do His will, working in you that which is well pleasing in His sight, through Jesus Christ, to whom be glory forever and ever. Amen. ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരമാണ്: നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി, അതായത് പൂർണ്ണപ്പെടുത്തി, തനിക്ക് പ്രസാദമായുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. The blood of the everlasting covenant, or the blood of the everlasting testament. So we are now under the New Testament or the New Covenant. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ നാം പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ കീഴിലായിരിക്കുന്നു. Whatever He is doing now is to prepare us eternally, that we may also be with Him where He is. ഇപ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തിയോ നാം നിത്യതയിൽ അല്ലെങ്കിൽ എന്നേക്കും അവനായിരിക്കുന്നിടത്ത് അവനോടുകൂടെ ആയിരിക്കേണ്ടതിനായിട്ടാണ്. Mentioning about the testament, it says that we have received the promise of eternal inheritance in Hebrews chapter 9 verse 15. ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ നിത്യ നിയമത്തെക്കുറിച്ച്, നിത്യ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് അവൻ ഓർപ്പിക്കുന്നു.
what has Jesus done for that, to accomplish that as our great shepherd? നമ്മുടെ വലിയ ഇടയൻ എന്ന വിധത്തിൽ അത് നിവർത്തിക്കേണ്ടതിന് യേശു എന്താണ് ചെയ്തിരിക്കുന്നത്? It says in Hebrews 9 verse 11 and 12, but Christ being come and high priest of good things to come, by a greater and more perfect tabernacle, not made with hands, that is to say, not of this building, neither by the blood of goats and calves, but by his own blood, he entered in once into the holy place, having obtained eternal redemption for us. ലേഖനം 9 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തുകവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. First of all, we receive when we come to know the gospel of Jesus Christ, that Jesus shed his blood for us on the cross of Calvary. He was wounded for our sins, for our transgressions. We repent of our sins, confessing and forsaking them, and the blood of Jesus Christ, his Son, cleanses us from all sins. Believing in him who died and rose again, he also justifies us through his blood, through faith in what he has done. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം അധികം അറിയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വരുമ്പോൾ അവൻ്റെ സ്വന്തം രക്തം അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് നമുക്ക് പാപമോചനം സാധിപ്പിക്കുകയും കാൽവരി ക്രൂശിൽ അവൻ ഏറ്റതായ ആ അടിപ്പിണരുകളാൽ, അവൻ്റെ മുറിവുകളാലും അവൻ നമുക്ക് നമ്മുടെ മുറിവുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടി അവൻ മുറിവേൽക്കുകയും അവൻ്റെ രക്തം ചൊരിയുകയും ചെയ്ത് അവൻ നമുക്ക് അപ്രകാരം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി എന്നുള്ള സുവിശേഷത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുകയും നമ്മെ നീതിമാന്മാരാക്കി അല്ലെങ്കിൽ നമ്മെ നീതീകരിക്കുകയും ചെയ്യുന്നു. There is forgiveness of sins through the blood of Jesus, as we believed in what he has done for us on the cross through his death and resurrection. There is remission of sins. He says, your sins and your iniquities which I have forgiven, I will never remember them again. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തൻ്റെ ആ മരണ നിമിത്തമായിട്ടും അവൻ്റെ പുനരുത്ഥാന നിമിത്തമായിട്ടും അവൻ നമ്മുടെ സകല പാപങ്ങളും മോചിക്കുകയും അവൻ നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ പാപങ്ങൾ ഓർക്കുകയില്ല എന്നും അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്യുന്നു. There is a work of sanctification even at the beginning when we accept Jesus as our Lord and Savior. This work is done through his blood. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കർത്താവിനുചിതമായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നെ ആരംഭത്തിൽ തന്നെ ഒരു ശുദ്ധീകരണമുണ്ട്. അത് യേശുവിൻ്റെ രക്തത്താൽ സാധിക്കുന്നതാണ്. Here it is mentioned in Hebrews chapter 13 and verse 12 and 13, wherefore Jesus also, that he might sanctify the people with his own blood, suffered without the gate. Let us go forth therefore unto him without the camp, bearing his reproach. ലേഖനം 13 അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോഴും അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക എന്ന് വായിക്കുന്നു. And so in order that through the blood of the everlasting covenant he may be able to perfect us, first of all we have to cease from our own works, and then we have to separate from every sin and also from the sinners that are in the camp.
അവൻ്റെ നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ അവൻ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം പ്രവൃത്തികളൊക്കെ നിർത്തുകയും ഈ പാളയത്തിനകത്ത് തന്നെയുള്ള എല്ലാ പാപത്തിൽ നിന്നും പാപികളിൽ നിന്നും നാം വേർപെടുകയും ചെയ്യണം എന്നുള്ളതാണ്. We must realize the power in this blood, all that this blood is able to do for us, and as we separate ourselves from the defilements in the camp here, it's speaking about the church. നാം അവൻ്റെ രക്തത്തിലുള്ള ശക്തിയെയും അവൻ്റെ രക്തത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന എല്ലാ കാര്യത്തെയും വിശ്വസിക്കുകയും ചെയ്ത് നമ്മെ ഈ പാളയത്തിൻ്റെ ഉള്ളിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. അതായത് പാളയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ അത് ദൈവസഭയാണ് കാണിക്കുന്നത്. It is mentioned about this as a type, as a shadow in Numbers chapter 19. It speaks of backsliders, it speaks of false prophets, it speaks of hypocritical life, false teachings, etc. ഇതിൻ്റെ ഒരു നിഴലിനതായിട്ട് സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പിന്മാറ്റത്തെയും ഇത് കള്ളപ്രവാചകന്മാരെയും കപടഭക്തിക്കാരെയും ഇങ്ങനെയുള്ളതിനെയൊക്കെ അത് കാണിക്കുകയാണ്. So in order for us to go on to full sanctification and perfection, we must know how precious this blood is, how powerful it is. Maintain this sanctification, separation. ഇത് ദുരുപദേശത്തെയും കാണിക്കുന്നു. നാം ഈ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് പോകേണ്ടതിന് ഈ രക്തം എത്രത്തോളം ശക്തിയുള്ളതാണ്, എത്രത്തോളം നമ്മെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. നാം അതിനായിട്ട് നമ്മുടെ വേർപാട് ജീവിതത്തെയും വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. Jesus has called us unto perfection. യേശു നമ്മെ സമ്പൂർണ്ണതയ്ക്കായിട്ടാണ് വിളിച്ചത്. That is what is written here. Now the God of peace that brought back again our Lord Jesus Christ, that great shepherd of the sheep, through the blood of the everlasting covenant, make you perfect in every good work to do his will. അതാണ് നാം ഇവിടെ വായിച്ചത്. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും പൂർണ്ണപ്പെടുത്തട്ടെ. Speaking about what the Lord Jesus is going to do for us as the great shepherd, വലിയ ഇടയൻ എന്നുള്ള വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ it is connected with the blood of the everlasting covenant. അത് നിത്യ ഉടമ്പടിയുടെ അല്ലെ നിയമത്തിൻ്റെ രക്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. In John chapter 10 it says, I am the good shepherd, the good shepherd giveth his life for the sheep. That's in John chapter 10 and in verse 11. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. So that is why the Lord used the term good shepherd for himself. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയൻ എന്നുള്ള പദം തനിക്കായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ വലിയ ഇടയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? Because as you saw earlier, as a high priest, he has entered once into the holy place with his own blood, so that he may intercede for us, so that we may obtain that eternal redemption. നാം ആ നിത്യ വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തു ഒരിക്കലായിട്ട് അവൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അതിന് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുവാൻ വേണ്ടി അവിടെ പ്രവേശിച്ചു. That is why the term high priest, he is called the great high priest if you read that in Hebrews chapter 4 verse 14, seeing then that we have a great high priest that is passed into the heavens, Jesus the Son of God, let us hold fast our profession. അതുകൊണ്ടാണ് യേശുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിളിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. So he is that great shepherd of the sheep. He is our great high priest.
അവൻ ആടുകളുടെ വലിയ ഇടയനാകുന്നു. അവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു. We are tempted by sin, as it says here in verse 15 of Hebrews chapter 4, for we have not an high priest which cannot be touched with the feeling of our infirmities, but was in all points tempted like as we are, yet without sin. എബ്രായലേഖനം 4:15 വാക്യത്തിൽ അതുകൊണ്ട് പറയുന്നത്, പാപം നമ്മെ പരീക്ഷിക്കുമ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. Go to that most holy place in verse 16. Let us therefore come boldly unto the throne of grace, that we may obtain mercy and find grace to help in time of need. 16 വാക്യത്തിൽ തുടർന്ന് നാം വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുക. In the Old Testament, if anyone went into the most holy place, they would die. പഴയ നിയമകാലത്ത് ആരെങ്കിലും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയെന്നാൽ അവർ മരിച്ചു പോകുമായിരുന്നു. The only person who had access to the most holy place was the high priest, and that too with fear and trembling he would go into the most holy place. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്ന ഒരേ വ്യക്തി എന്ന് പറയുന്നത് മഹാപുരോഹിതനായിരുന്നു. മാത്രമല്ല, താൻ ഭയന്ന് വിറച്ചുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത്. So we are called to enter boldly into the holiest of all, the most holy place, not trusting in any goodness of ourselves. അതുകൊണ്ട് ഏറ്റവും വിശുദ്ധമായ സ്ഥലം അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നാം പ്രവേശിക്കേണ്ടത് നമ്മുടെ യാതൊരു നന്മയിലും ആശ്രയം വെച്ചുകൊണ്ടല്ല, but because of our great high priest and who is there, who has gone into the most holy place to intercede for us with his blood, we are able to enter boldly. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിമിത്തമായി നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ വേണ്ടി അവിടേക്ക് കടന്നുപോയ ആ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നത്. But here we know, if we go boldly, we can obtain mercy. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, നാം ധൈര്യത്തോടെ പോകുന്നുവെങ്കിൽ നമുക്ക് കരുണ ലഭിക്കും. Not only mercy, but we can obtain grace also, so that we may never commit that sin again. കരുണ മാത്രമല്ല, വീണ്ടും ആ പാപം ഒരിക്കലും ചെയ്യാതിരിക്കേണ്ടതിന് കൃപയും നമുക്ക് ലഭിക്കുന്നു. Putting our trust in his precious blood and in the power of his blood, he will also do that work of full sanctification and perfection in us. അവൻ്റെ രക്തത്തിലും അവൻ്റെ രക്തത്തിൻ്റെ അത്ഭുത ശക്തിയിലും നാം ആശ്രയിക്കുന്നത് നിമിത്തമായിട്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ ആ സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. Now to understand the need for man's sanctification. ഇപ്പോൾ മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാം. When man was created, there was no sin in him, and he had the very image of God, he had the glory of God, he had the fellowship with God, so many blessings that God gave him. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവനിൽ പാപമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവന് ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ തേജസ്, അങ്ങനെയുള്ള അനേക അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. Man is a tripartite being consisting of a spirit, soul and body. മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവുള്ളതാണ്. When man sinned, disobeying God's word and committing that act of sin, he was separated from God. Not only that, he was found with confusion and disorder within himself.
മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന് വിരോധമായിട്ടുള്ള പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ തന്നെ കലക്കവും മറ്റുമുള്ളതായിട്ട് അവൻ കാണപ്പെട്ടു. അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്രമരാഹിത്യം, അച്ചടക്കമില്ലാത്തവനായിട്ട് അവൻ തീർന്നു. We must understand this clearly, because this is the message, as just as last night the message was given, and this verse I was meditating on it some weeks ago, and this is the verse that God urged me to speak this morning, so it's a continuation of last night's message. ഈ തിരുവചനത്തിന് നാം വളരെ പ്രാധാന്യം കൊടുക്കണം. ഇന്നലെ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇതിന് ചില ആഴ്ചകൾക്ക് ഈ വചനത്തെക്കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് ഈ തിരുവചനം എന്ന് പറയുന്നത് ഇന്നലത്തെ ദൂതിൻ്റെ തുടർച്ച തന്നെയാണ്. Man was created and was supposed to obey God, or in other words, he was supposed to do God's will. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തെ അനുസരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമായിരുന്നു. From the time his sin entered into him, the body, soul and spirit ceased to do God's will, and there was the body and spirit were opposed to each other. പാപം തൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ദേഹം, ദേഹി, ആത്മാവ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും പിന്നെ അതിനുശേഷം അവൻ്റെ ശരീരം അല്ലെങ്കിൽ അവൻ്റെ ജഡം അവൻ്റെ ആത്മാവിന് എതിരായി, വിരുദ്ധമായി തീരുകയും ചെയ്തു. The body refused to cooperate with the spirit. One example, when the Lord Jesus asked the disciples to pray, they said the spirit is willing. Jesus said the spirit is willing, but the flesh is weak. It's unable to cooperate. ശരീരം ആത്മാവുമായി സഹകരിക്കുന്നത് അവസാനിപ്പിച്ചു. അതിനൊരു ഉദാഹരണം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ഉറക്കം തൂങ്ങുന്നത് കണ്ട് യേശു ഇപ്രകാരമാണ് പറയുന്നത്: ആത്മാവ് ഒരുക്കമുള്ളത്, എന്നാൽ ജഡമോ ബലഹീനമത്രേ. അതായത് ശരീരം ആത്മാവിനെ അനുസരിക്കുവാൻ വിമുഖത കാണിക്കുന്നു. We cannot be in this state if we want to be made perfect, if we want to be fully sanctified. നാം പൂർണ്ണരാക്കപ്പെടണമെങ്കിൽ, നമ്മൾ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നാം ആ അവസ്ഥയിൽ തുടർന്നാൽ പോരാ. The Lord Jesus dealt with those disciples and all of them changed. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇടപെടുകയും അത് നിമിത്തമായിട്ട് അവർക്കെല്ലാം ഒരു രൂപാന്തരം ഉണ്ടാകുകയും ചെയ്തു. As for the not saved, those who are unsaved, they are walking according, fulfilling the desires of the flesh and of the mind, as we read in Ephesians chapter 2 verse 3. രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് നാം വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും ഇഷ്ടമനുസരിച്ച് തങ്ങൾക്ക് തന്നെ ബോധിച്ചതുപോലെ നടക്കുന്നു. But they are not in control of themselves. In verse 2, they are ruled over by Satan, who is called the prince of the power of the air, and because of the disobedience in them, he is making them to walk in the course of this world. അവർക്ക് അവരുടെ മേൽ തന്നെ നിയന്ത്രണമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ കാലഗതികളെയും ആകാശത്തിൻ്റെ അധികാരത്തിന് ഉള്ളത് ആകാശത്തിലെ അധികാരങ്ങൾക്കും കീഴടങ്ങിയിരുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ അനുസരണക്കേട് വ്യാപരിക്കുകയും അത് നിമിത്തമായിട്ട് അവർ അനുസരണക്കേടിൻ്റെ ആത്മാവിൽ അധീനരായി തീരുകയും ചെയ്തു. A mind, whether it be of a child of God or anyone, can become the battlefield or stronghold of the devil. ഒരു ദൈവ പൈതലിൻ്റെയോ അല്ലാത്ത ഒരു വ്യക്തിയുടെ ആയിക്കൊള്ളട്ടെ, മനസ്സ് ഒരു യുദ്ധക്കളമായോ അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു കോട്ടയായോ തീരാവുന്നതാണ്. That we read that in 2 Corinthians chapter 10 and verse 4 and 5. So if we are not careful in order to surrender ourselves to God, if not surrendered to God, then the devil will fill it with pride and rebellion against the knowledge of God. നാം അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്.
നാം ദൈവത്തിന് നമ്മുടെ മനസ്സല്ലെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കൊടുക്കാതെ ഇരുന്നാൽ പിശാച് നമ്മുടെ ഹൃദയത്തിൽ നിഗളവും മത്സരവും കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് നമ്മളെ ഉയർത്തുവാൻ, നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ പ്രേരിപ്പിക്കും. That is the reason why it is written in Galatians chapter 5 and verse 15 that the church in Galatia, in verse 15, they were biting and devouring. They were warned, if you don't take it to your life, you will bite and devour one another and you will be consumed one of another. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യത്തിൽ ഗലാത്യയിലുള്ള സഭയെക്കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്ത് ഒരുവൻ ഒടുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. So what should we do that the Lord will be able to reign in us and we would be found with His divine nature? Our mind will be the stronghold of our God and not of anything else. ദൈവം നമ്മുടെ ഉള്ളിൽ വാഴേണ്ടതിനും നാമിൻ്റെ ദൈവിക സ്വഭാവം നമ്മൾ വളരേണ്ടതിനും നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ കോട്ടയായി തീരേണ്ടതിനും മറ്റൊന്നിനും അതിൽ അവസരമില്ലാതിരിക്കേണ്ടതിനും വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? If we consecrate our body as a living sacrifice to God, according to Romans chapter 12 verse 1, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യപ്രകാരം നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ഒരു യാഗമായി സമർപ്പിക്കുന്നുവെങ്കിൽ, to do God's perfect will, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യേണ്ടതിനായി സമർപ്പിച്ചാൽ, neither sin nor the world or Satan can have any power over such a child of God. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിൻ്റെ മേൽ ലോകത്തിനോ പാപത്തിനോ അല്ലെങ്കിൽ പിശാചിനോ യാതൊരു വിധത്തിലുള്ള അധികാരമോ ശക്തിയോ ഉണ്ടായിരിക്കുന്നതല്ല. I repeat, if we will surrender our bodies as a living sacrifice to God to do His perfect will only, neither sin nor the world or Satan can have any power over us. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ശരീരങ്ങളെ പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിനായി ജീവനുള്ള ഒരു യാഗമായി സമ്പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ പാപത്തിനോ ലോകത്തിനോ പിശാചിനോ നമ്മുടെ ശരീരത്തിനല്ല നമ്മുടെ മേൽ യാതൊരു വിധത്തിലുമുള്ള അധികാരമോ ശക്തിയോ ഉണ്ടായിരിക്കുന്നതല്ല. How can that happen? അത് എങ്ങനെ സംഭവിക്കും? As it says in Galatians chapter 5 and verse 16 to 18. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, we can then be brought under the control or the power of the Holy Spirit. നമ്മെ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിയും. Galatians 5:16 to 18. This I say then, walk in the Spirit, and ye shall not fulfill the lust of the flesh. For the flesh lusteth against the Spirit, and the Spirit against the flesh, and these are contrary the one to the other, so that ye cannot do the things that ye would. And if ye be led of the Spirit, ye are not under the law. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് കാണാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, കൃപയ്ക്കത്രേ അധീനർ. When we surrender to do God's will, to live according to His word, then His Spirit will lead us, His Spirit will guide us, His Spirit will transform us into His image. നാം ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ അനുസരിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യുവാനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വഴി നടത്തും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അവനെ പോലെ രൂപാന്തരപ്പെടുത്തും. Of course, to do God's will, we have to obey His word. That is why the Lord Jesus prayed for His disciples in John's Gospel, chapter 17.
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിനായിട്ട് നാം ദൈവത്തെ വചനങ്ങൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചത്. John chapter 17 verses 16 and 17. This is the Lord's prayer for his disciples. He prayed, "They are not of the world, even as I am not of the world. Sanctify them through thy truth. Thy word is truth." യേശു ക്രിസ്തു പ്രകാരമാണ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. In order for us to obey the truth, the Lord has made a way for us again through his sacrifice. നാം അവൻ്റെ സത്യത അനുസരിക്കേണ്ടതിന് അവൻ്റെ യാഗത്താൽ അവൻ നമുക്കൊരു വഴിയും തുറന്നിരിക്കുന്നു. I believe it's quite, the Lord is making it easy for us to understand this, so please understand it and practice it day after day. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഇത് വളരെ ലഘൂകരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് അനുഭവവേദ്യമാക്കിക്കൊള്ളുക. In the life of a great saint of God who also perfected the will of God, initially he had a great difficulty in obeying the truths. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തൊരു വലിയ വിശുദ്ധൻ്റെ ജീവിതത്തിൽ തൻ്റെ ആരംഭകാലത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുന്നതിൽ തനിക്ക് വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. Again here the mind and the body didn't work together, or the mind and the soul and the body. അവിടെ നാം നോക്കുമ്പോൾ ശരീരവും മനസ്സും അല്ലെങ്കിൽ ആത്മാവും ഒന്നിച്ച് പ്രവർത്തിക്കുന്നില്ല. His mind, soul and അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. We will say his mind and the body, we will say. നമുക്ക് മനസ്സും ശരീരവും എന്ന് പറയാം. That verse, in his own words, he said in Romans chapter 17 verse 15 to 24. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുകയാണ്. In his mind he wanted to do what God's law said, but in his body he did what was contrary to that. തൻ്റെ മനസ്സിൽ തനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവവചനം കൽപ്പിക്കുന്ന അനുസരിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ശരീരമോ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. Look into your life. നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിയാട്ടെ. Are you able to do all that you desire to do according to the truth? സത്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒക്കെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവോ? He said what was the cause was, he said in verse 23, there was a warring law in his members, bringing him into captivity to the law of sin which was in his members. അതിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം താൻ പറയുന്നത്, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തിനോട് വിരുദ്ധമായി പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. In verse 24 he says the reason, there was a body of death in him. അതിൻ്റെ കാരണം 24-ാം വാക്യത്തിൽ താൻ പറയുന്നത് തൻ്റെ ശരീരം മരണത്തിന് അധീനമായിരുന്നു. Then he thanked God through Jesus Christ. അപ്പോൾ താൻ യേശുക്രിസ്തു നിമിത്തമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. He found the answer. He wrote that in Romans chapter 6 verse 17 and 18, how he could be delivered from that warring law, from that disobedient and rebellious nature which he had inherited through birth. താൻ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ജന്മനിമിത്തമായിട്ട് തൻ്റെ ശരീരത്തിൽ ഉളവായതായ അനുസരണക്കേടിൻ്റെയും മത്സരത്തിൻ്റെ സ്വഭാവത്തെ എപ്രകാരം കീഴടക്കുവാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നു. He learned that, as it says in Romans 6:17 and 18, God be thanked that ye were the servants of sin, but ye have obeyed from the heart that form of doctrine which has delivered you. Being then made free from sin, ye became the servants of righteousness. റോമാലേഖനം 17-18 വാക്യങ്ങൾ പ്രകാരമാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. How is it? In Romans chapter 6 verse 6, by repentance, by confession of sins, that body of sin was destroyed
in the truth of baptism. അതെങ്ങനെയാണ് സാധിച്ചത്? റോമർ 6:6 വായിക്കുന്നത്, മാനസാന്തര നിമിത്തമായും ഏറ്റുപറച്ചിൽ നിമിത്തമായും ആ പാപശരീരം ജലസ്നാനത്തിൽ തകർക്കപ്പെട്ടല്ല, നശിപ്പിക്കപ്പെട്ടു. That is that body of death. അതാണ് മരണത്തിന് അധീനമായ ശരീരം. It is not enough to just step into the water tank, the water baptism tank. First of all, make sure that you have repented of your sins, confessed and forsaken it. Put off the body of the sins of the flesh. വെറുതെ ജലസ്നാനത്തിൻ്റെ തൊട്ടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ അനുദവിച്ച് ഏറ്റുപറഞ്ഞ പാപത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അതിനു മുമ്പ് ഉറപ്പുവരുത്തണം. അങ്ങനെ ആ പാപ ശരീരത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. It is destroyed in baptism indeed. തീർച്ചയായിട്ടും അത് ജലസ്നാനത്തിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. According to Romans chapter 6 verse 4, and it says here, thereafter we are raised to walk in newness of life, to do God's will, empowered by the power of the Holy Spirit. റോമാലേഖനം 6:4 വാക്യത്തിൽ വായിക്കുന്നത് ആ പിതാവിൻ്റെ മഹിമയാൽ ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, അതായത് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിന് ആ ജീവൻ്റെ പുതുക്കത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം എഴുന്നേൽക്കുന്നു. Now your body is a body of righteousness. ഇപ്പോൾ നിങ്ങളുടെ ശരീരം നീതിയുടെ ശരീരമാണ്. How? According to Romans 6:13, when you dedicate it to God to do His will as instruments of righteousness unto God. അതെങ്ങനെയാണ്? റോമാലേഖനം 6:13 വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യേണ്ടതിനാൽ നിങ്ങളുടെ ശരീരങ്ങളെ നീതിയുടെ അവയവങ്ങളായിട്ട് സമർപ്പിക്കുന്നു, നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുന്നു. So dedicate your members as instruments of righteousness unto God to do His will. ദൈവത്തിന് ഇഷ്ടം ചെയ്യേണ്ടതിന് നിങ്ങളുടെ അവയവങ്ങൾ നീതിക്ക് ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുക. How should you surrender it? എങ്ങനെയാണ് നിങ്ങളത് സമർപ്പിക്കേണ്ടത്? On this principle, according to 2 Corinthians, we'll come back to this verse in Romans 6. According to 2 Corinthians chapter 5 and verse 14 and 15. എപ്രകാരമാണ് നാം അത് സമർപ്പിക്കേണ്ടത്? 2 കൊരിന്ത്യർ 5:14-15 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. റോമാലേഖനത്തിലേക്ക് 6 നമുക്ക് പിന്നീട് തിരിച്ചു വരാം. It says that the love of Christ constrains us. We thus judge that if one died for all, then we're all dead, and that He died for all, that they which live should not henceforth live unto themselves, but unto Him which died for them and rose again. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവർക്കും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ് നാം നമ്മുടെ ശരീരങ്ങളെ നീതിക്ക് ആയുധങ്ങളായി സമർപ്പിക്കേണ്ടത്. The love of Christ constrains us. ദൈവസ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. Because He died for me. എന്തുകൊണ്ടെന്നാൽ അവൻ എനിക്കായി മരിച്ചു. I am dead. I am dead to that sinful, rebellious, disobedient nature. ഞാനും മരിച്ചിരിക്കുന്നു. ഞാൻ ആ പാപം നിറഞ്ഞ, ആ അനുസരണക്കേട് നിറഞ്ഞതായ മത്സരിക്കുന്ന സ്വഭാവത്തിന് മരിച്ചിരിക്കുന്നു. Now the love of Christ is constraining me. ഇപ്പോൾ ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. Now as He lived for me, He did the will of God. The rest of my life I should live unto Him who died for me and rose again, and not for myself or unto anyone else. ഇപ്പോൾ അവൻ എനിക്കായി ജീവിക്കുന്നത് കൊണ്ട്, എനിക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റവനായ അവന് വേണ്ടി അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഞാനും ജീവിക്കണം. മറ്റൊന്നിനു വേണ്ടിയല്ല, മറ്റൊന്നും ചെയ്തുകൊണ്ടുമല്ല, അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഞാനും ജീവിക്കണം. As you do this daily, as you do it continuously, that is when you will find, as it says in Romans chapter 6, sin shall not have dominion over you. The grace of God will have dominion over you. ഇത് നിങ്ങൾ ദിവസേന തുടർച്ചയായി ചെയ്യുമ്പോൾ റോമാലേഖനം 6 കാണുന്നത് പോലെ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം ചെലുത്താതെ നിങ്ങൾ കൃപയ്ക്ക് അധീനരായി തീരും, അല്ലെ കൃപ നിങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തും. It won't be difficult to do God's perfect will.
അപ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യുവാൻ ബുദ്ധിമുട്ടൊന്നും കാണുകയില്ല. This goes for me and this goes for everyone else. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരുപോലെ ബാധകമാണ്. And then, as it says, we can obey all the doctrines. Acts chapter 20, verse 32. We can, and now, brethren, I commend you to God and to the word of His grace, that is able to build you up and to give you an inheritance among all them which are sanctified. അതിനുശേഷം നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ കഴിയും. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായി ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ കഴിയും. Obeying His word separates us from the world and worldliness. അവൻ്റെ വചനം അനുസരിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മെ ലോകത്തിൽ നിന്നും ലൗകികത്തിൽ നിന്നും നമ്മെ വേർപിരിച്ച് സൂക്ഷിക്കുന്നതാകുന്നു. When they were baptized on the day of Pentecost, they joined steadfastly, continued steadfastly in the apostles' doctrine and fellowship, as it says in Acts chapter 2, verse 42, to be led into all the doctrine, all the truth. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ 46-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ 46-47 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് പോലെ അവർ ജലസ്നാനം എടുത്തതായ സമയത്ത് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ അപ്പസ്തോലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കേണ്ടതിന് തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. അത് നിമിത്തം ഉപദേശത്തിൻ്റെ ഉപദേശത്തിൻ്റെ പൂർണ്ണ രൂപം പ്രാപിച്ച് അതിൽ വളരുവാൻ തക്കവണ്ണം അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. Now God is of power to establish you according to that gospel that is preached through His apostles, which He has given them to preach. അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയ ആ ഉപദേശത്തിനനുസരിച്ച് അവർ പ്രസംഗിക്കുന്ന ഉപദേശത്തിനനുസരിച്ച് നിങ്ങളെ പൂർണ്ണപ്പെടുത്തുവാൻ ദൈവം പ്രാപ്തനാണ്. Because of that grace, that word of grace that is coming with the grace of God. കൃപയാലും ദൈവത്തിൻ്റെ കൃപയോടുകൂടി വരുന്ന കൃപയുടെ വചനത്താലും അത് സാധിക്കും. Now we are able to understand the mystery that was hid from before the foundation of the world. Now it is made manifest to His saints, as it says in Colossians chapters 1, verse 26 and 27, to whom God will make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory. ഇപ്പോൾ നമുക്ക് ലോകസ്ഥാപനം മുമ്പിൽ മറഞ്ഞിരിക്കുന്നതായ ആ മർമ്മം ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ മനസ്സിലാക്കി കൊടുത്തതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ കാണുമ്പോൾ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. As you surrender your body as a living sacrifice to obey all that God is revealing of this mystery, there the Holy Spirit will fill you and bring your whole body under subjection. ഈ മർമ്മത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്ന സകല കാര്യങ്ങളും അനുസരിക്കേണ്ടതിനായി നിങ്ങളുടെ ശരീരങ്ങളെ ഒരു ജീവബലിയായി ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ അവയവങ്ങളെ മുഴുവനും ഒരു നിയന്ത്രണത്തിലേക്ക് അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരും. That is what is written in Romans chapter 8 verse 2. Once that body of sin is destroyed and you have repented of all that the Lord has revealed to you, you have confessed of it, when the anointing comes upon you, that is called the law of the Spirit of life, it sets you free from all that the disobedient, rebellious nature has brought into your life, all the death that sin has brought into your life. That anointing will set you free. നിങ്ങൾ ആ അനുസരണക്കേടിൻ്റെ എല്ലാത്തിനെയും വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ പൂർണ്ണമായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിനെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അല്ലെങ്കിൽ അവിടെ പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമെന്നാണ്. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ച് നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അത് നിങ്ങളെ പ്രാപ്തരാക്കും. Just surrender your body as a living sacrifice, constrained by the love of God to live for Him who gave His life for you, and He will give you His power, His anointing to rule your life.
ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ നീതിക്ക് ആയുധങ്ങളായി ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യുവാനായിട്ട് നിങ്ങളൊരു ജീവബലിയായി സമർപ്പിക്കുമ്പോൾ അവൻ്റെ അഭിഷേകവും അവൻ്റെ കൃപയും അവൻ നമുക്ക് നൽകി നമ്മെ ആ ഒരു അച്ചടക്കത്തിലേക്ക് ആ ഒരു ക്രമീകരണത്തിലേക്ക് നമ്മുടെ ശരീരങ്ങളെ അവൻ കൊണ്ടുവരും. Upon such ones God's power and presence will rest. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവശക്തിയും ദൈവസാന്നിധ്യവും ആവസിക്കും. Sin, the world, Satan, and you can add anything else, the flesh, nothing can have power over you. ലോകമോ ജഡമോ അല്ലെങ്കിൽ പിശാചിന് ഒന്നിനും നിങ്ങളുടെ മേൽ അധികാരമുണ്ടായിരിക്കുകയില്ല. Coming back to Romans the 16th chapter. റോമാലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, on the one hand, the God of peace is now reigning in your heart as he sanctifies you in your spirit, soul and body. ഒരു ഭാഗത്ത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ ദേഹം ദേഹി ആത്മാവിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കും. അതേസമയം തന്നെ അവൻ നിങ്ങളിൽ ആവസിക്കുന്ന അല്ലെങ്കിൽ വാഴുകയും ചെയ്യുന്നു. The God of peace reigns in the heart and comes to rest in the heart of one who is wholly sanctified. പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഹൃദയങ്ങളിൽ ആവസിക്കേണ്ടതിന് ഹൃദയങ്ങളിൽ വാഴേണ്ടതിനുമായിട്ട് കടന്നു വരുന്നു. And such a person will enter into complete rest in God. അങ്ങനെ ഒരു വ്യക്തി ദൈവത്തിൽ സമ്പൂർണ്ണ വിശ്രാമം അനുഭവിക്കും. Peace will flood his soul. He will remain undisturbed under any circumstance. സമാധാനം തൻ്റെ ആത്മാവിനെ നിറയ്ക്കുകയും ഏതു സാഹചര്യത്തിലും താൻ ഇളകാത്തവനായി കാണപ്പെടുകയും ചെയ്യും. When it says Romans chapter 8 verse 2, the law of the spirit, another explanation, the anointing. When the law of the spirit comes upon you, it sets you free from all that's of the law of sin and death. Whatever the disobedient nature, whatever the works of sin has done in your life to bring death, that anointing sets you free from it all. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമെന്ന് പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നു. അതായത് പാപമോ അനുസരണക്കേടോ മത്സരമോ അങ്ങനെ ഏതെല്ലാം സ്വഭാവങ്ങൾ ഈ പാപത്തെയും മരണത്തെയും കൊണ്ടുവരുന്നു, അതിൻ്റെ പ്രമാണത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങളെ വിടുവിക്കുന്നു. At the same time, that anointing delivers us from everything of the carnal mind of the flesh, as we read in Romans chapter 8 and verse 12 and 13. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ശരീരത്തിൻ്റെ അല്ല ജഡത്തിൻ്റെ എല്ലാ പ്രമാണത്തിൽ നിന്നും ജഡത്തിൻ്റെ എല്ലാ പോരാട്ടത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെയും വിടുവിക്കുന്നു. When the Holy Spirit fills us, as we totally yield ourselves, constrained by his love, he will lead us, guide us and transform us into the very character image of Christ. ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി നിർബന്ധിക്കപ്പെട്ടവരായി നമ്മെ തന്നെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിച്ചിട്ട് അവൻ നമ്മെ വഴി നടത്തുകയും നമുക്ക് ആലോചന പറഞ്ഞു തരികയും നമ്മെ കർത്താവിൻ്റെ അതേ സ്വഭാവത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. How do we experience this deliverance from all the bondages? ഈ സകല ബന്ധനങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഈ വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നത്? The same God of peace who is doing this work to sanctify us, not only to the power of the blood of Jesus, the power of the truth, word of truth, and the power of the Holy Spirit. നമ്മെ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് സമാധാനത്തിൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമല്ല, അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ സത്യത്തിൻ്റെ ശക്തിയാലും നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുന്നു. Especially through the power of the Holy Spirit, he is bruising that Satan under our feet. പ്രത്യേകമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ പിശാചിനെ നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയുകയാണ്. The word of God says about the overcoming church, just as all things have been put under the feet of Jesus, according to Ephesians chapter 1 and verse 22. എഫേസ്യർ 1:22 പ്രകാരം സകലവും യേശുവിൻ്റെ കാൽ കീഴെ ആക്കി വെച്ചതുപോലെ ജയമെടുക്കുന്ന സഭയെക്കുറിച്ച് പ്രകാരമാണ് പറയുന്നത്. Because he is the head, we are the body. For the church who have overcome, who have been entirely sanctified, all things will be also kept under their feet in eternity, for eternity. അവൻ തലയായിരിക്കുന്നത് കൊണ്ട്
അവൻ തലയായിരിക്കുന്നത് കൊണ്ടും നാം അവൻ്റെ ശരീരമായിരിക്കുന്നത് കൊണ്ടും സകലവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ജീവിതത്തിലും സകലത്തെ നമ്മുടെ കാൽ കീഴാക്കി തന്നുകൊണ്ട് പാപത്തെയും മറ്റ് സ്വഭാവങ്ങളെല്ലാം കാൽ കീഴാക്കി തന്നുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന നിത്യതയിൽ മുഴുവനും നമ്മെ അപ്രകാരമാക്കി തീർക്കുന്നു. First, to do with anything that is working against your life of sin, disobedient nature, the world, the flesh, sickness, Satan, whatever that may come against you. ഒന്നാമതായി നിങ്ങളുടെ പാപജീവിതത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന, അതായത് പാപമോ പിശാചോ അനുസരണക്കേടോ ലോകമോ മറ്റ് രോഗങ്ങളോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് വിരോധമായിട്ട് വരുന്ന എന്താണോ അതിനെതിരായി ഇത് ശക്തീകരിക്കാൻ പ്രവർത്തിക്കുന്നു. Such ones will then continue to exercise the victory of God in all things. Now, as we have also experienced the victory in circumstances that are outside of our lives, which may be pertaining to the state, the district, the country or the world. അങ്ങനെയുള്ളവർ തങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാറ്റിൻ്റെ മേലെ വാഴുന്നവരായിട്ട് തീരുകയാണ്. അതൊരു പക്ഷേ അതവരുടെ ശരീരത്തിന് പുറത്തുള്ള രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ജില്ലയുടെയോ കാര്യങ്ങൾ പ്രമാണങ്ങളായിക്കൊള്ളട്ടെ, അവർക്ക് വിരോധമായിട്ട് വരുന്ന എല്ലാറ്റിൻ്റെ മേലെ ഇങ്ങനെയുള്ളവർക്ക് വാഴുവാൻ കഴിയും. Amen. Only those who surrender totally to the God of peace, to that word of grace, to come under that anointing, to be sanctified, can the God of peace bruise Satan under their feet. പൂർണ്ണമായി ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൈവത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കൃപയുടെ വചനത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർക്ക് മാത്രമാണ് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുന്നവരായി സകലത്തിൻ്റെയും മേൽ വാഴുന്നവരായിട്ട് തീരുവാൻ കഴിയുകയുള്ളൂ. For them, nothing is too hard for the Lord. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. I believe because of all the faith of the sons of God and children of God, we are all gathered here in this manner. Therefore, ഞാൻ അതുകൊണ്ട് വിശ്വസിക്കുന്നത് എല്ലാ ശുശ്രൂഷയുടെ എല്ലാ ദൈവമക്കളുടെ വിശ്വാസ നിമിത്തമാണ് നാം ഇവിടെ ഇപ്രകാരം ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. Now let us all rise. Remember, nobody should go out of this hall until the announcement is made. അപ്പോൾ നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ആരും പറയുന്നത് വരെ ഈ ഹോള് വിട്ട് പുറത്തു പോകരുത്. Close your eyes. Are you struggling to do God's will? നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാനായിട്ട് കഷ്ടപ്പെടുന്നുവോ? Are you obeying all that God is speaking, that you are hearing of His voice? ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾ അവൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുസരിക്കുവാൻ കഴിയുന്നുവോ? Are you taking it to the word of righteousness, the mysteries, the doctrines God is now revealing to you through His apostolic ministers? അവൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷകരിൽ കൊണ്ട് ദൈവം വെളിപ്പെടുത്തുന്ന കൃപയുടെ വചനങ്ങൾ, അപ്പസ്തോലിക ഉപദേശങ്ങൾ, ആഴമേറിയ സത്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിയുന്നുവോ? Are you obeying His commandments? He said, I have abided in my Father's commandments and abide in His love. I kept my Father's commandments. If you also keep my commandments, you will abide in my love. Are we living according to His commandments? നിങ്ങളത് അനുസരിക്കുന്നുവോ? നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനിൽ വസിക്കുന്നതുപോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കും, എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നമുക്ക് അപ്രകാരം ചെയ്യുവാൻ കഴിയുന്നുവോ? Oh, is there anything that is contrary to His word in your life, of sin, of the world, of the flesh, or anything else? പാപത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ജഡത്തിൻ്റെതായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും കാര്യം അവൻ്റെ വചനത്തിന് വിരുദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുവോ? Are you in peace with everyone? Are you able to live in peace with anyone and everyone? നിങ്ങൾ എല്ലാവരുമായിട്ട് സമാധാനത്തിലായിരിക്കുന്നോ? എല്ലാവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവോ? Oh, do you find a resentment in your heart against certain people? അതോ നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കെങ്കിലും എതിരെ നിങ്ങൾ കയ്പ് ഉള്ളതായി കാണപ്പെടുന്നുവോ? Oh, through the grace of God, He will enable you to be sanctified and made perfect. You will stand, you will overcome. But if you keep such things in your heart and bitterness, you will fail of the grace of God.
ദൈവത്തിൻ്റെ കൃപയാൽ അവൻ നിങ്ങളെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിച്ച് നിങ്ങളുടെ കൃപയുടെ വചനം അനുസരിച്ച് നിൽക്കുന്നവരായിട്ട് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നവരായിട്ട് തീരും. എന്നാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ തോറ്റുപോകത്തേ ഉള്ളൂ. Hallelujah. The problem is not with them. The problem is with you, with your heart. പ്രശ്നം അവരുടെ കയ്യിലല്ല, നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ് പ്രശ്നം ഇരിക്കുന്നത്. Amen. Will you accept it right now? നിങ്ങളതിപ്പോൾ അംഗീകരിക്കുമോ? Will you surrender yourself, repent and command obedience of His word? നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ അനുദപിച്ചുകൊണ്ട് അവൻ്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കുമോ? Amen. Come to the boldly to the throne of grace. Your high priest, your great shepherd. He is the great shepherd of the sheep. നിങ്ങൾ കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്ത് വരുവിൻ, നിങ്ങളുടെ വലിയ ഇടയനോട് അടുത്ത് വരുവിൻ, അവൻ ആടുകളുടെ വലിയ ഇടയനാകുന്നു. Amen. You will receive mercy if you admit it, confess and forsake. If you have self-justification, if you try to give excuses for your sins, you will lose the grace of God. നിങ്ങൾ അനുദപിച്ച് ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. എന്നാൽ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ ന്യായം കണ്ടുപിടിക്കുകയോ അല്ലെ ന്യായം പറയുകയോ നിങ്ങളെ തന്നെ നീതീകരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ നഷ്ടമായി പോകും. Amen. Come under the conviction of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ആ ഉണർത്തലിന്റെ കീഴിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ. Put away that sin, repent. പാപത്തെ വിട്ടുകളഞ്ഞ് നിങ്ങൾ അനുദപിക്കുവിൻ. Amen. Lord, I dedicate my life to do your will, one body, soul and spirit, Lord. കർത്താവേ, എൻ്റെ ദേഹം ദേഹി ആത്മാവിൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, അതിനെ ഞാൻ സമർപ്പിക്കുന്നു. Lord, to love you and to live according to your truth, O God. കർത്താവേ, ഇതിനെ സ്നേഹിക്കുവാനും നിന്റെ സത്യമനുസരിച്ച് ജീവിക്കുവാനുമായി സമർപ്പിക്കുന്നു. Amen. Destroy this sin, destroy the flesh, destroy this world, all that's in my life right now. കർത്താവേ, ഇപ്പോൾ തന്നെ പാപത്തെ, ജഡത്തെ, ലോകത്തെ, എൻ്റെ ജീവിതത്തിലുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യത്തെയും തകർത്ത് നശിപ്പിച്ച് കളയണമേ. Amen. Hallelujah. It's sending His anointing to take control of your spirit, soul and body right now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതിനായിട്ട് അവൻ തൻ്റെ അഭിഷേകത്തെ പകർന്നുകൊണ്ടിരിക്കുന്നു. Amen. Hallelujah. If you have repented and surrendered entirely as a living sacrifice, He is here to send the anointing upon you. നിങ്ങൾ പൂർണ്ണമായി അനുദപിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ പൂർണ്ണമായി ജീവനുള്ള ഒരു യാഗമായി സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. He's transforming you into His very image right now. ഇപ്പോൾ തന്നെ അവൻ്റെ അതേ സ്വരൂപത്തിലേക്ക് അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. The glory of God is filling you. ദൈവ തേജസ്സ് നിങ്ങളെ നിറയ്ക്കുന്നു. The anointing is setting you free. അഭിഷേകം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു. Let your body, soul and spirit be ruled by the Holy Spirit. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദേഹ ദേഹി ആത്മാവിനെ ഭരിക്കട്ടെ. Amen. Speak in tongues freely. നിങ്ങൾ അത് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് അന്യഭാഷകൾ സംസാരിക്കുവിൻ. The Lord has accepted you. ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നു. Everyone speak in tongues. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുവിൻ. Satan is destroyed. സാത്താൻ തകർക്കപ്പെട്ടിരിക്കുന്നു. He is bruised under your feet. അവനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുന്നു. Get that anointing right now. ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുവിൻ. Hallelujah. Only 10 seconds more for that personal anointing for your life. ഒരു 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയുള്ള അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുള്ളൂ. Amen. Now we are going to pray against whatever sickness you have. ഇപ്പോൾ നിങ്ങളുടെ രോഗം എന്ത് തന്നെ ആയാലും അതിനെതിരായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. The devil comes to bring sickness.
പിശാച് രോഗം വരുത്തേണ്ടതിനാണ് വരുന്നത്. He brings mental torture and spiritual torture. അവൻ മാനസിക ശാരീരികമായ പീഡനങ്ങൾ കൊണ്ടുവരുന്നു. He brings captivity into people's lives, condemnation and fear. മനുഷ്യരുടെ ജീവിതത്തിൽ അടിമത്തത്തെയും കുറ്റബോധത്തെയും കൊണ്ടുവരുന്നു, ഭയത്തെയും കൊണ്ടുവരുന്നു. Through Jesus' death, he destroyed the devil. ന്യായവിധിയെ കൊണ്ടുവരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണനിമിത്തമായിട്ട് അവൻ പിശാചിനെ തകർച്ചു കളഞ്ഞു. You claim it right now. ഇപ്പോൾ തന്നെ നിങ്ങളത് അവകാശമാക്കിക്കൊള്ളുവിൻ. Rebuke the devil, bind and rebuke him in Jesus' name. പിശാചിനെ ശാസിക്കുവിൻ, യേശുവിന്റെ നാമത്തിൽ അവനെ ഭർസിക്കുവിൻ. Then be filled, speak in tongues. God of peace is bruising that Satan under your feet. അന്യഭാഷകൾ സംസാരിച്ച് നിറഞ്ഞുകൊള്ളുവിൻ. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയുന്നു. Amen. Amen. Hallelujah. In the name of Jesus. In the name of Jesus. Hallelujah. Hallelujah. Amen. Continue as freely as you want. You can take time to seek the Lord every day of your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് സമയമെടുത്ത് ഈ അഭിഷേകത്തിൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. Over such a life of one who is totally yielded to God, the God of peace will reign in their hearts. അപ്രകാരം പൂർണ്ണമായി കർത്താവിനെ സമർപ്പിച്ച ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൈവം അവരുടെ ഹൃദയങ്ങളെ വാഴും. You will enter into a complete rest in God. നിങ്ങൾ ദൈവത്തിലൊരു സമ്പൂർണ്ണ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കും. The God of peace will